സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് താങ്ക് യു എന്ന്. അതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ ഏറ്റവും നന്നായിട്ട് പറയാമെന്ന് നമുക്ക് സാറിനോട് ചോദിക്കാം. ഓക്കെ, ഏറ്റവും നന്നായി പറയാൻ നല്ല ശുക്രിയ എന്നാണ്. എന്താണ് ശുക്രിയ? താങ്കൾക്ക് നന്ദി എന്ന് പറയാൻ ആപ്കാ ശുക്രിയ എന്ന് പറഞ്ഞേ. ആപ്കാ ശുക്രിയ എങ്ങനെ പറയരുത്? ആപ്കോ ശുക്രിയ എന്ന് പറയരുത്. അതേപോലെ തന്നെ വളരെ നന്ദിയുണ്ട് നമ്മൾ മലയാളത്തിൽ പറയും താങ്ക് യു വെരി മച്ച്. അത് പറയാൻ നല്ല വാക്ക് എന്താണ്? ബഹുത് ശുക്രിയ. പറയും ബഹുത് ശുക്രിയ. ഓക്കെ, ഇതുപോലെയുള്ള വീഡിയോസിന് ആ ചാനലിലാണ് വരിക. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിന് വീണ്ടും വിഷയത്തിൽ കിടക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ശുക്രിയാൻ്റെ കൂടെ മറ്റൊരു വാക്കുകൂടി ഉപയോഗിക്കാറുണ്ട്. അത് ധന്യവാദ് എന്നാണ്. എന്താണ്? ധന്യവാദ്. അത് തെറ്റായിട്ട് ചിലർ പറയാണ് ധന്യവാദ് എന്ന് പറയണം. അങ്ങനെയല്ല, ധന്യവാദ്. ബഹുത് ധന്യവാദ്. ഹിന്ദിയിൽ പറയാറുള്ള സാധാരണ എന്താണ്? ധന്യവാദ് എന്ന് പറയും. ഓക്കെ, ഇതാണ് സംസാര ഭാഷയിൽ ഏറ്റവും നന്നായി. നിങ്ങൾ ചോദിച്ചല്ലോ എന്താണ്? ശുക്രിയ, ആപ്കാ ശുക്രിയ, ബഹുത് ശുക്രിയ, ധന്യവാദ്. ഇനി നമ്മൾ വെൽക്കം എന്ന് പറയും. നമ്മൾ ഒരാളെ സ്വാഗതം ചെയ്യാൻ വെൽക്കം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? വെൽക്കം എന്ന് പറയാൻ ഏറ്റവും നല്ല സ്വാഗത് ഹെ. മേ ആപ്കാ സ്വാഗത് കർത്താ ഹൂം. പുരുഷൻ പറയുമ്പോൾ മേ ആപ്കാ സ്വാഗത് കർത്താ ഹൂം. അപ്പൊ ലേഡി പറയുമ്പോൾ മേ ആപ്കാ സ്വാഗത് കർത്തി ഹൂം. കർത്തി ഹൂം എന്ന് പറയണം. ഓക്കെ, സ്വാഗത് കർത്താ. സ്വാഗത് കർണ. ആപ്കാ സ്വാഗത് ഹെ. ഒരാൾ കയറി വരുമ്പോൾ എന്ത് പറയാം? ആപ്കാ സ്വാഗത് ഹെ. എങ്ങനെ പറയണം? ആപ്കാ സ്വാഗത് ഹെ. താങ്കളെ ഞാൻ വെൽക്കം ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് പോലെ ഇത്തരം വേർഡുകൾ നമുക്ക് പരിചിതമായ വേർഡാണ്. അത് നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാം അല്ലേ? അപ്പോൾ ഇങ്ങനെ കൂടുതൽ അറിയാനായി നിങ്ങൾ ഹിന്ദി യൂനി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ ശുക്രിയ, ധന്യവാദ്.